ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണിത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി അരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതാണ് ഇഡ്ഡലി റൈസ്. കുറച്ച് ഉരുണ്ട് വലിപ്പമുള്ള അരിയാണ്. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള അരി നോക്കി നിങ്ങൾ എടുക്കുക. നല്ലതിന് അരി നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകിയെടുത്ത അരിയാണ്. ഏകദേശം 4 മണിക്കൂർ ഞാൻ കുതിർത്തെടുത്തതാണ്. ഇതുപോലെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് വരെ വേണം നിങ്ങൾ അരി കഴുകിയെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഡ്ഡലി അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെടുത്തിരിക്കുന്നത് സോനാ മസൂരിയുടെ ചോറാണ്. വെള്ളയപ്പം തയ്യാറാക്കാനായിട്ട് വെളുത്ത അരിയുടെ ചോറ് എടുക്കുക. ഇപ്പം നിങ്ങൾ ചോറിന് പകരം അവലെടുക്കുകയാണെങ്കിലും വെളുത്ത അവലെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ബ്രൗൺ നിറമുള്ള അവലോ അല്ലെങ്കിൽ മട്ടേരിയുടെ ചോറോ എടുക്കുകയാണെങ്കിൽ ഈ വെള്ളയപ്പത്തിന് നല്ല വെള്ള നിറം കിട്ടത്തില്ല. അപ്പം വെള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്ത അരിയുടെ ചോറോ അല്ലെങ്കിൽ വെളുത്ത അവലോ എടുക്കേണ്ടത്. ഇനി വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വട്ടയപ്പം കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഇത്രയും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിത് സ്നാക്സായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് ഇളക്കി ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനായിട്ട് ഇളം ചൂടുവെള്ളം എടുക്കുക, ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം ചേർക്കരുത്, കാരണം ഇതിൽ നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1 കപ്പ് ചോറും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലോണം അരഞ്ഞു വരുമ്പോൾ വെള്ളം പോലെയാവും. അപ്പോൾ അരച്ചിട്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തത്. ഇപ്പോൾ വെള്ളം കൂടിപ്പോവാണെങ്കിൽ നമുക്ക് അരി നല്ലോണം അരഞ്ഞും കിട്ടത്തില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കിളത്തമുള്ള പാത്രം എടുക്കുക, കാരണം ഇത് മാവ് നല്ലോണം പൊങ്ങി വരും. അതുകൊണ്ട് നല്ല കിളത്തമുള്ള പാത്രം നോക്കി എടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള അരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തതാണ്. വട്ടയപ്പത്തിന് തേങ്ങ എടുക്കുമ്പോൾ ഇളം തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ തേങ്ങയുടെ പുറത്തുള്ള ബ്രൗൺ നിറമുള്ള ഭാഗമില്ലേ, അത് എടുക്കരുത്. കാരണം അത് എടുക്കുവാണെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന് കറക്റ്റ് ഈ വെള്ള നിറം കിട്ടത്തില്ല. ഇനി ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ വേണമെങ്കിൽ വെള്ളം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ 1/4 കപ്പ് വെള്ളം വേണ്ടി വന്ന് ഇത് അരച്ചെടുക്കാൻ. ഇതും ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തവി കൊണ്ടോ അതല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഞാൻ മിക്സിയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം മാവ് ഇളക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആയി പോവേണ്ട. ഇനി ഇതിലേക്ക് സ്വല്പം ഏലക്കാപ്പൊടി ചേർത്ത് ഇളക്കാം. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ അരി അരയ്ക്കുമ്പോൾ നിങ്ങൾ 2 ഏലക്ക ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയേ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മാവ് ഫെർമെൻ്റ് ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇതൊരു 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലോണം പൊന്തി വന്നു. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 6-7 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും. ഇനി ഇതൊരു തവി കൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം. തവി ഒന്ന് തൊടുമ്പോൾ തന്നെ ഈ മാവ് അങ്ങ് താണു പോകും. ഇനി ഇത് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇതിനുള്ളിൽ എയർ ബബിൾസ് ഒന്നും തന്നെ പോകരുത്. ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് ഇത് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒഴിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് വേവിച്ചെടുക്കാം. ഇനി കേക്ക് ടിന്നിലേക്ക് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വട്ടയപ്പത്തിന് എത്ര കനം വേണോ അതിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇത് ആവി വന്നിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വേവിച്ചെടുക്കാം. 20-25 മിനിറ്റിനുള്ളിൽ ഇത് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. ചൂടോടുകൂടി ഇളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇളകി വരത്തില്ല. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.